മിഡിൽ ഈസ്റ്റിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ച ഖത്തർ എനർജി LNG ഉൽപാദനം നിർത്തിവെക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് നടപടി. യുദ്ധം, പ്രകൃതി ദുരന്തം പോലെയുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ നിയമബാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനാണ് ഫോഴ്സ് മെജൂർ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ കമ്പനികൾക്കടക്കം ഖത്തർ എനർജിയുമായി കരാറുണ്ട്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, എന്താണ് ഈ ഫോഴ്സ് മെജൂർ ഒന്ന് വിശദീകരിക്കാമോ? ദിവ്യ, ഫോഴ്സ് മെജൂർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ, യുദ്ധം, പ്രകൃതിക്ഷോഭം, ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില ആക്രമണങ്ങൾ, ഇതൊക്കെ വരുന്ന സമയത്ത് ഈ കമ്പനിക്ക് പാർട്ട്ണർ കമ്പനികളുമായിട്ടുള്ള ബാധ്യതകൾ പ്രകാരം ഈ ബാധ്യതകൾ ഒഴിവാക്കാനുള്ള ഒരു നോട്ടീസാണ് അഥവാ ഇക്കാലയളവിൽ എന്തെങ്കിലും തരത്തിലുള്ള അവർ തമ്മിലുള്ള കരാർ, ഈ കരാർ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ പാർട്ട്ണർ കമ്പനി ഈ കമ്പനിക്കെതിരെ അഥവാ ഏതാണോ കൊടുക്കേണ്ടത് ആ കമ്പനിക്കെതിരെ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ ഉള്ള സാധ്യത, ആ സാധ്യതയെ അടച്ചു കളയുന്നതാണ്, ആ സാധ്യത ഇല്ലാതാക്കുന്നതാണ് ഈ ഫോഴ്സ് മെജൂർ എന്ന് പറയുന്ന സംഗതി. ഈ ഫോഴ്സ് മെജൂർ അങ്ങനെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ വലിയ കമ്പനികൾ പ്രഖ്യാപിക്കാറുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഖത്തർ എനർജിയുമായിട്ട് ലോകത്തുടനീളമുള്ള കമ്പനികൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പെട്രോനെറ്റ് LNG 20 വർഷത്തെ കരാറാണ് ഖത്തർ എനർജിയുമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷന് ഖത്തർ എനർജിയുമായി കരാറുണ്ട്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിന് ഖത്തർ എനർജിയുമായി കരാറുണ്ട്. ഇതൊക്കെ വലിയ അളവിലേക്കുള്ള കരാറാണ്. ഗുജറാത്ത് പെട്രോളിയം കോർപ്പറേഷൻ്റെ കരാർ 20 വർഷത്തേക്കാണ്, കഴിഞ്ഞ വർഷമാണ് ഒപ്പിട്ടത്. അതുപോലെ തന്നെ ഗെയിലിൻ്റെ കരാർ എന്ന് പറയുമ്പോൾ ഒരു 12 LNG ഷിപ്മെൻ്റാണ് അവർ ഖത്തർ എനർജിയുമായിട്ടുള്ള കരാർ എന്ന് പറയുന്നത്. ഇക്കാലയളവിൽ ഈ യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇക്കാലയളവിൽ ഇത് നൽകിയിട്ടില്ല എങ്കിൽ, കരാർ പ്രകാരമുള്ള ഷിപ്മെൻറ്റുകൾ നൽകിയിട്ടില്ല എങ്കിൽ ഈ കമ്പനിക്ക്, പാർട്ട്ണർ കമ്പനിക്ക് ഖത്തർ എനർജിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്തിന് ഇങ്ങനെ ഒരു ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വലിയ കമ്പനികൾ ഇത്തരം കരാറുകളിൽ ഏർപ്പെടാറുള്ളത്. ആ ഒരു കരാറാണ്, ആ ഒരു നോട്ടീസാണ് നിലവിൽ ഖത്തർ എനർജി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ നിന്നുള്ള ഒരു ഡ്രോൺ ആക്രമണം മിസൈദിലെയും അതേപോലെ തന്നെ ഇവിടുത്തെ റാസ് ലഫാൻ സിറ്റിയിലെയും, ഇത് രണ്ടും ഇവിടുത്തെ ഖത്തറിലെ വ്യാവസായിക നഗരങ്ങളാണ്. ഈ റാസ് ലഫാൻ സിറ്റിയിലെ ഖത്തർ ഈ എനർജി ഫെസിലിറ്റിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതേപോലെ തന്നെ മിസൈദിലെ എനർജി ഫെസിലിറ്റിയുടെ ഒരു വാട്ടർ ടാങ്കിന് നേരെയാണ് മറ്റൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൊട്ടുടനെ തന്നെ അവിടുത്തെ സുരക്ഷ കണക്കിലെടുത്ത് ഇവിടുത്തെ LNG പ്രൊഡക്ഷൻ നിർത്താൻ ഖത്തർ എനർജി തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാണ് ഇനി എനർജി ഉൽപ്പാദനം വീണ്ടും ആരംഭിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ കമ്മിറ്റി ചേരേണ്ടതുണ്ട് ഖത്തർ എനർജി. അതിൻ്റെ ഒക്കെ അസസ്മെൻറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖത്തർ എനർജി ലോകത്തിൻ്റെ തന്നെ LNG ഉൽപ്പാദനത്തിൻ്റെ 20% പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമാണ് ഇതിൻ്റെ ഈ ഓപ്പറേഷൻ ഇപ്പോഴും ഹാൾട്ട് ചെയ്യുക എന്നുള്ളത്. അഥവാ മാജിദ് അൽ അൻസാരി അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് അവിടുത്തെ തൊഴിലാളികളുടെ ഓൺഷോറിലും അതുപോലെ ഓഫ് ഷോറിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നിർത്തിവെച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ ഒരു തീരുമാനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഗെയിലൊക്കെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ സാഹചര്യം കണക്കിലെടുത്താണ് ഖത്തർ എനർജി ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്.